വിധവയായ ജാനകിക്കും മക്കൾക്കുമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഏലൂർ കുറ്റിക്കാട്ടുകരയിൽ 2.5 സെന്റ് സ്ഥലത്തുണ്ടായിരുന്ന ചെറിയ വീട് ഇടിഞ്ഞു വീഴുകയായിരുന്നു. മറ്റാരും ആശ്രയമില്ലാത്ത അമ്മക്കും അവിവാഹിതയായ മക്കൾക്കും തലചായ്ക്കുവാനും അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകുകയാണ് എറണാകുളം ഡിസ്ട്രിക്ട് ഡ്രിങ്കിംഗ് വാട്ടർ ട്രാൻസ്പോർട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സ്ഥാപക ജനറൽ സെക്രട്ടറി എ ഇബ്രാഹിം സാറിന്റെ സ്മരണാർത്ഥം ഒരു വീട് നിർമ്മിച്ചു നൽകുവാൻ സംഘടനയെടുത്ത തീരുമാനം യാഥാർത്ഥ്യമാകുകയാണ്. ജാനകിക്ക് സ്നേഹവീട് താക്കോൽ കൈമാറ്റം 2024 മെയ് 12 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഏലൂർ കുറ്റിക്കാട്ടുകര UP സ്കൂൾ അങ്കണത്തിൽ മന്ത്രി P രാജീവ് നിർവഹിക്കും. എല്ലാ വർഷവും ഏറ്റവും അനുയോജ്യമായ ഉപഭോക്താവിനെ കണ്ടെത്തി വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് സംഘടനാ പ്രസിഡന്റ് VA സക്കീർ ഹുസൈൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒരു വർഷത്തിൽ ഒരു വീട് എന്ന നിലയിൽ അത് ഈ നിലയിലുള്ള ചെറിയ ഒരു കുടുംബത്തിന്റെ ആവശ്യകത നിർവഹിക്കുക എന്നതിലേക്ക് നിർമ്മിക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തീർച്ചയായും അതിന്റെ ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുന്നത് വളരെ കർശനമായ സമീപനം. ഇപ്പോൾ ഈ ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കാനായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിരവധി അപേക്ഷകൾ വന്നിരുന്നു. നിരവധി സമ്മർദ്ദങ്ങളുണ്ടായി, പലർക്കും പല താല്പര്യങ്ങളുണ്ടായി. അതെടുക്കണം, ഇന്നത് നല്ലതാണ് എന്നെല്ലാം സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ കമ്മിറ്റി അംഗങ്ങൾ അതിൽ നിന്നും തയ്യാറാക്കുക, വളരെ കൃത്യമായ ഗുണഭോക്താവിനെ കണ്ടെത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചു. എന്നതുപോലെ ഇനി എല്ലാ വർഷവും ഇതുപോലെ ഏറ്റവും അനുയോജ്യമായ ഗുണഭോക്താവിനെ കണ്ടെത്തി അവർക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ വർഷവും നിർമ്മിക്കണം എന്നുള്ള സങ്കല്പമാണ് ഞങ്ങളുടെ ഭാഗത്തുള്ളത്. ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ വീടിന്റെ പണി പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാൻ സാധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് R രാമചന്ദ്രൻ പറഞ്ഞു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ കാലത്ത് എല്ലാവർക്കും അറിയാം, 3 മാസം കൊണ്ടൊരിടത്തും വീട് പണിയാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. എത്ര പൈസ ഉണ്ടെങ്കിൽ കിട്ടും. ഞങ്ങളത് ഏറ്റവും ചുരുങ്ങിയ പീരീഡിൽ വളരെ ഭംഗിയായി സ്വന്തം പോലെ ഒരു വീടായി